1944 ഓഗസ്റ്റ് 6 വളരെ ക്രൂരമായ ഒരു നരവേട്ടയായിരുന്നു പോളണ്ടിലെ വാഴ്സോ നഗരത്തിലെ വോളയിൽ അന്ന് നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് 50,000-ലധികം പേരെ കൊന്നൊടുക്കിയത് സന്യാസിമാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതിന് ശേഷം ഒരു സന്യാസ വസ്ത്രം യുദ്ധസ്മാരകമായി മാറിയതിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണമായി തീർന്നതിൻ്റെയും കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ചരിത്രം നടന്നത് പോളണ്ടിലെ വാഴ്സോയിലാണ്. വാഴ്സോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വോള എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലെ റിഡംറ്ററിസ്റ്റ് സന്യാസികളുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വർഷം 1944, രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും റഷ്യയെ കീഴടക്കാൻ സാധിക്കുന്നില്ല എന്നും റഷ്യയെ കീഴടക്കിയില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ അമ്പെ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ അഡോൾഫ് ഹിറ്റ്ലർ ഏതു വിധേനയും റഷ്യയെ കീഴടക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായി പോളണ്ട് ആക്രമിച്ച് കീഴടക്കാൻ തൻ്റെ നാസി പടയോട് ആജ്ഞാപിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വാഴ്സോ കീഴടക്കാനെത്തിയ നാസിപ്പട ഇവിടെ ഏറ്റവും വലിയ കൂട്ടക്കുരുതി നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് 50,000-ലധികം പേരെ കൊന്നൊടുക്കിയത് വോള എന്ന നഗരത്തിലാണ്. ആ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു റിഡംറ്ററിസ്റ്റ് CSSR സന്യാസിമാരുടെ ആശ്രമ ദേവാലയവും ഭവനവും. വാഴ്സോ നഗരം കീഴടക്കാനായി നാസിപ്പട എത്തുന്ന വിവരമറിഞ്ഞ് ആശ്രമത്തിലെ സന്യാസിമാരെല്ലാവരും നഗരത്തിലുള്ള അശരണരെയും പാവപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും തങ്ങളുടെ ആശ്രമത്തിനുള്ളിൽ ഒളിപ്പിച്ചു. ഒപ്പം മുറിവേറ്റ ധാരാളം പോളിഷ് പട്ടാളക്കാരും. പക്ഷേ ഈ വിവരമറിഞ്ഞ് ആശ്രമത്തിലേക്ക് ഇരച്ചെത്തിയ നാസി പടയുടെ മുന്നിലേക്ക് ഇവിടുത്തെ ഓരോ വൈദികരായി കടന്നു നിന്നു. ഏകദേശം 30ഓളം വൈദികർ ഈ ആശ്രമ ദേവാലയത്തിലുണ്ടായിരുന്നു. അവരോരോരുത്തരും നാസി പടയുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് ഇവിടെ നിന്ന് പോകാം. അത് പറയുമ്പോൾ ആ പാവങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത തങ്ങൾ കൊല്ലപ്പെട്ടാലും അകത്തുള്ള നിസ്സഹായരായിട്ടുള്ള ആ മനുഷ്യർ രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. തങ്ങളുടെ മുന്നിലേക്ക് ഭിക്ഷാന്തഹികളായി ഇറങ്ങി നിന്ന ആ പാവപ്പെട്ട സന്യാസി വര്യന്മാരുടെ നേർക്ക് 20 വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ള ആ സന്യാസിമാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതിന് ശേഷം അവർ ആശ്രമത്തിലേക്ക് ഇരച്ചു കയറി അവിടെ കണ്ണിൽ കണ്ട എല്ലാവരെയും കൊന്നൊടുക്കി. വളരെ ക്രൂരമായ ഒരു നരവേട്ടയായിരുന്നു പോളണ്ടിലെ വാഴ്സോ നഗരത്തിലെ വോളയിൽ അന്ന് നടന്നത്. 1944 ഓഗസ്റ്റ് 6 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏതെങ്കിലും ഒരു നഗരത്തിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതികളിൽ ഒന്നാണ് പോളണ്ടിലെ വോള നഗരത്തിൽ അന്ന് നടന്നത്. കൊല്ലപ്പെട്ടതിലും എത്രയോ അധികം പേർ യുദ്ധത്തടവുകാരായ ജർമ്മനിയിലേക്ക് നാടുകടത്തപ്പെട്ടു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലറിനും നാസി പടയ്ക്കും അധികമൊന്നും പിടിച്ചു നിൽക്കാനായില്ല. മാസങ്ങൾക്കുള്ളിൽ അവർ യുദ്ധം പരാജയപ്പെടുകയും എല്ലാം നഷ്ടപ്പെട്ട് നാടുകടത്തപ്പെട്ട പോളിഷ് ജനത അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. തകർന്നു പോയതൊന്നൊന്നായി അവർ തിരിച്ചു പിടിച്ചു. തകർന്നു വീണ കെട്ടിടങ്ങളും ജീവിതങ്ങളും കെട്ടിപ്പടുക്കുന്നതിനിടയിൽ അവർ ആ പാവപ്പെട്ട സന്യാസികളെ മറന്നില്ല. ഏറ്റവും മനോഹരമായ യുദ്ധസ്മാരകങ്ങളിലൊന്ന് ആ സന്യാസിമാരുടെ സന്യാസ വസ്ത്രത്തിൻ്റെ മാതൃകയിൽ അവർ വോള നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് വേണ്ടി ശത്രുക്കളുടെ നിറതോക്കിന് മുന്നിലേക്ക് ഇറങ്ങി നിന്ന ആ പാവപ്പെട്ട സന്യാസിമാരോടുള്ള അകമഴിഞ്ഞ കടപ്പാടോടുകൂടി തങ്ങളുടെ ജീവിതം മുഴുവനും അപരൻ്റെ നന്മയ്ക്കായിട്ട് വിട്ടുകൊടുക്കുന്ന സന്യാസിമാർ തങ്ങളുടെ ജന്മഭൂമിയെ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് നെഞ്ചോട് ചേർക്കുന്നതെന്ന് ഈ നിണമടഞ്ഞ സന്യാസ വേഷധാരികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.